The Quit India Movement Day. Bombay Session 1942 Gandhiji. Bombay Session was held in 1942 under the leadership of Mahatma Gandhi. It decided, അത് തീരുമാനിച്ചു. It decided to start Quit India Movement under the leadership of Gandhiji. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അത് തീരുമാനിച്ചു, ആ സമ്മേളനം തീരുമാനിച്ചു. It was the last popular protest under the leadership of Gandhiji. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള അവസാനത്തെ ബഹുജന സമരമായിരുന്നു. It was based on non-violence. അത് അഹിംസയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. To force the ബ്രിട്ടീഷുകാരെ ഫോഴ്സ് ചെയ്യാം. To leave India, ഇന്ത്യ വിട്ടു പോകാനായിട്ട്. Offering complete freedom ഓഫർ ചെയ്തിട്ട്. ക്ലിയർ അല്ലേ? ഒന്നും കൂടി പറയൂ. Bombay Session 1942 was held under the leadership of Gandhiji. It decided to start Quit India Movement. It was the last popular protest under the leadership of Gandhiji. It was based on non-violence. To force the British leave India, and offer complete freedom. മലയാളം പറയാം. ക്വിറ്റ് ഇന്ത്യ സമരം. ബോംബെ സമ്മേളനം 1942 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനിച്ചു. 1942 ബോംബെ സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനിച്ചു. ഇത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള അവസാനത്തെ ബഹുജന സമരമായിരുന്നു. പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇന്ത്യക്കാർക്ക് കൈമാറി ബ്രിട്ടീഷുകാരെ ഇന്ത്യ വിട്ടുപോകാൻ നിർബന്ധിക്കുന്ന അഹിംസ അടിസ്ഥാനമാക്കിയുള്ള സമരമായിരുന്നു ഇത്. കൈമാറി എന്നുള്ളത് എന്താ? പറയേ. പറയാം. മലയാളം ഒന്നുകൂടി പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടാ. 1942 ബോംബെ സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. ക്ലിയർ അല്ലേ? പറഞ്ഞേ. ആരംഭിക്കാൻ തീരുമാനിച്ചു. 1942 ബോംബെ സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. അതാണ് ഫസ്റ്റ് സെന്റൻസ് കേട്ടാ. ഇംഗ്ലീഷിൽ ഫസ്റ്റ് സെന്റൻസ് Bombay Session in 1942 decided to start Quit India Movement under the leadership of Gandhiji. Bombay Session 1942 decided Bombay Session in 1942 Bombay Session in 1942 decided to start Quit India Movement under the leadership of Gandhiji.
പറഞ്ഞു. സൺഡേ വരികയാണെങ്കിൽ കറക്റ്റ് ടൈമിൽ പറഞ്ഞിട്ട് പിന്നെ പറയരുതിട്ടാ, ഡിസ്റ്റർബൻസ്. പക്ഷെ രണ്ടാമത്തെ ലാസ്റ്റ് പോപ്പുലർ പ്രൊട്ടസ്റ്റിന്റെ സെൻസ് പറഞ്ഞിരുന്നു. പറയാം. ഞാനൊന്നുകൂടി പറയുന്നുണ്ട്. ബോംബെ സെഷൻ in 1942 decided to start Quit India movement under the leadership of Gandhiji. It was the last popular protest under the leadership of Gandhiji. It was based on non-violence. It decided to force, it was to force the British. It was to force the British to leave India and offer complete freedom. It was to force the British to leave India and offer complete freedom. Clear അല്ലേ? മലയാളം നോക്കിക്കോ. 1942 ബോംബെ സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനിച്ചു. ഇത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള അവസാനത്തെ ബഹുജന സമരമായിരുന്നു. പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇന്ത്യക്കാർക്ക് കൈമാറി ബ്രിട്ടീഷുകാരെ ഇന്ത്യ വിട്ടു പോകാൻ നിർബന്ധിക്കുന്ന അഹിംസ അടിസ്ഥാനമാക്കിയുള്ള സമരമായിരുന്നു ഇത്. പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കൈമാറി ഇന്ത്യ വിട്ടു പോകാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിക്കുന്ന അഹിംസ അടിസ്ഥാനമാക്കിയുള്ള സമരമായിരുന്നു ഇത്. ക്ലിയർ അല്ലേ? എഴുതി അയച്ചവര് പറഞ്ഞു കേട്ടാ. എഴുതി അയച്ചവര് പറഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ചോദിച്ചോ. ഏതാ പറയണ്ട, ഇംഗ്ലീഷോ മലയാളം? ഓക്കെ. ബോംബെ സെഷൻ in 1942 decide. എല്ലാരും മൈക്ക് ഓഫ് ചെയ്യട്ടാ. മൈക്ക് ഒന്ന് എല്ലാരും ഓഫ് ചെയ്യണം. ബോംബെ സെഷൻ in 1942 decided to start Quit India movement under the leadership of Gandhiji. Bombay session in 1942 decided to start Quit India movement under the leadership of Gandhiji. രണ്ടാമത്തെ, it was the last popular protest under the leadership of Gandhiji. മൂന്നാമത്തെ, it was based on non-violence. It was based on non-violence. It was to force the British to leave India. It was to force the British to leave India. It was to force the British to leave India. ബ്രിട്ടീഷുകാരെ നിർബന്ധിക്കാനായിരുന്നു അത്. To leave India. എന്താ to leave India? ഇന്ത്യ വിട്ടു പോവാൻ. Quit India. Quit എന്ന് പറഞ്ഞാലും ലീവ് എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് ആണ്. And offer, എന്ത് ഓഫർ ചെയ്യാനാ? And offer complete freedom. And offer complete freedom. ആരെ പറയാന്ന് പറഞ്ഞ ആൾ പറഞ്ഞോട്ടാ. പറയാം. രണ്ടാമത്തെ വായിക്കൂ ഇംഗ്ലീഷ്. രണ്ടാമത്തെ എന്ന് പറയുമ്പോ ഏതാ? ഡിസൈഡഡ് ആണോ? ഡിസൈഡഡ്. ഒന്ന് രണ്ടും സെയിം ആയിട്ട് വരാ. ബോംബെ സെഷൻ അതല്ല ലാസ്റ്റ് പോപ്പുലർ. It was the last popular protest
under the leadership of Gandhiji. It was the last popular protest under the leadership of Gandhiji. ഒരു മിനിറ്റ്, മലയാളത്തിൽ ഏതാണ്ട് അഹിംസയാണ്. ഇത് അഹിംസ അടിസ്ഥാനമാക്കിയുള്ള സമരമായിരുന്നു. പറയേ. Bombay section in 1942 has decided to start Quit India movement under the leadership of Gandhiji. It was the last popular protest under the leadership of Gandhiji. It is based on non-violence. It was to force the British to leave India and offer complete freedom. Okay. Pare. Bombay section in 1942 decided to start Quit India under the leadership of Gandhiji. It was the last popular protest under the leadership of Gandhiji. It was based on non-violence. It was forced to British leave India and offered complete freedom. Bombay session 1942 was held under the leadership of Mahatma Gandhi. It decided to start the Quit India movement under the leadership of Gandhiji. It was the last popular protest. It was based on non-violence. It was to force the British to leave India and offer complete freedom. Bombay section in 1942 decided to start Quit India movements under the leadership of Gandhiji. It was last popular protest under the leadership of Gandhiji. It was based on non-violence. It was forced the British to leave India and offering complete freedom. Bombay session in 1942 decided to start Quit India movement under the leadership of Mahatma Gandhi. It was the last popular support under the leadership of Mahatma Gandhi. It was based on the non-violence. It was to force the British to leave India and offer complete freedom. Okay. Bombay session in 1942 decided to start a Quit India movement under the leadership of Gandhiji. It was the last popular protest under the leadership of Gandhiji. It was based on non-violence. It was to force the British to leave India and offer complete freedom. Bombay section in 1942 decided to start Quit India movement under the leadership of Gandhiji. It was the last popular protest under the leadership of Gandhiji. It was based on non-violence. It was to force the British to leave India and offer complete freedom. It was Bombay section in 1942 decided to start the Quit India movement under the leadership of Gandhiji. It was the last popular protest under the leadership of Gandhiji. It is based on non-violence. It was forced the British to leave India and offering complete freedom. Bombay section was held at Bombay section was held at the 1942 and decided to start the Quit India movement under the leadership of Mahatma Gandhi. It was the last popular protest under the leadership of Mahatma Gandhi. It was based on the non-violence. It forced the British to leave India and offer the complete freedom. Bombay session in 1942 decided to start a Quit India movement in the leadership of Gandhiji. It was the last popular protest under the leadership of Gandhiji. It was based on non-violence. It was to force the British to leave India and offer complete freedom. Okay. ഇനി അടുത്തത് പറയാം. Next question. Factors that caused Quit India movement. Quit India സമരത്തിന് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? Factors that caused Quit India movement. ഒന്ന്, കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്, ഭരണഘടനാ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിരുന്നില്ല. അതാണ് ഒന്നാമത്തെ കാരണം. എന്താ? ഭരണഘടനാ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയില്ല. The British didn't implement constitutional reforms. ടെക്സ്റ്റിലുള്ള വേർഡ് റിലക്റ്റൻസ് ഓഫ് ദ ബ്രിട്ടീഷ് ടു ഇംപ്ലിമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് എന്നാണ്. ഒന്നില്ല അങ്ങനെ പറയാം. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിലക്റ്റൻസ്
എന്താ അർത്ഥം? വൈമനസ്യം എന്നാണ്. വൈമനസ്യം. വൈമനസ്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വൈമനസ്യം കാണിക്കാന്ന് വെച്ചാ ഇഷ്ടക്കേട് കാണിക്കുക. ടെക്സ്റ്റിലെ ആ ഒരു ഇതാണ് നമുക്ക് കാണാൻ പറ്റുക. റിലക്റ്റൻസ് ഓഫ് ദ ബ്രിട്ടീഷ് ടു ഇംപ്ലിമെന്റ്. ഇംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇംപ്ലിമെന്റ് നടപ്പിലാക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഇൻ ഇന്ത്യ. അവര് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഒന്നും അവർ ഭരണഘടന ഒക്കെ ഉണ്ടാക്കി, പക്ഷെ അതൊന്നും ഇന്ത്യയിൽ നടപ്പിലാക്കിയില്ല. എന്താ? ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം. അപ്പൊ നടപ്പിലാക്കിയില്ല എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. അവര് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയില്ല. ദ ബ്രിട്ടീഷ് ഡിഡിൻറ്റ് ഇംപ്ലിമെന്റ്. ഒന്നാമത്തെ പോയിന്റ്, ദ ബ്രിട്ടീഷ് ഡിഡിൻറ്റ് ഇംപ്ലിമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്. ബ്രിട്ടീഷുകാർ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയില്ല. പഠിച്ചാ? പറഞ്ഞേ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയില്ല. ഓക്കെ, ബ്രിട്ടീഷുകാർ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയില്ല. ബ്രിട്ടീഷ് ഡിഡിൻറ്റ് ഇംപ്ലിമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്. പിന്നെ പബ്ലിക് ഡിസ്കസ്റ്റ്. ജനങ്ങളുടെ അതൃപ്തി, വെറുപ്പ്. ജനങ്ങളുടെ വെറുപ്പ്. എന്തിലുള്ള വെറുപ്പ്? രണ്ട് കാരണങ്ങളായിരുന്നു ജനങ്ങളുടെ വെറുപ്പ് ഉണ്ടാവാനുള്ള കാരണം. ഒന്ന് പ്രൈസ് ഹൈക്കും പിന്നെ ഫാമിനും. പ്രൈസ് ഹൈക്കും ഫാമിനും ആണ് ജനങ്ങളുടെ അതൃപ്തിക്ക് കാരണമായി തീർന്നത്. വിലക്കയറ്റവും ക്ഷാമവും ഇതാണ് ജനങ്ങളുടെ അതൃപ്തിക്ക് കാരണമായത് കേട്ടാ. പബ്ലിക് ഡിസ്കസ്ഡ് വിത്ത് പ്രൈസ് ഹൈക്ക് ആൻഡ് ഫാമിൻ. വിലക്കയറ്റം ക്ഷാമം മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി. എന്താ? വിലക്കയറ്റം ക്ഷാമം മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി. പബ്ലിക് ഡിസ്കസ്ഡ് വിത്ത് പ്രൈസ് ഹൈക്ക് ആൻഡ് ഫാമിൻ. പബ്ലിക് ഡിസ്കസ്ഡ് വിത്ത് പ്രൈസ് ഹൈക്ക് ആൻഡ് ഫാമിൻ. വിലക്കയറ്റം ക്ഷാമം മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി. വിലക്കയറ്റം ക്ഷാമം മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി. പഠിച്ചാ? പറഞ്ഞേ, ഈ പോയിന്റ് പറഞ്ഞേ. Public discussed with the price hike and famine. Okay. Public discussed with the price hike and famine. ജനങ്ങളുടെ അതൃപ്തി. എന്തൊക്കെ മൂലമാണ് ജനങ്ങളുടെ അതൃപ്തി ഉണ്ടായി? വിലക്കയറ്റവും ക്ഷാമം മൂലം ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടായി. ജനങ്ങൾക്ക് പബ്ലിക് ഡിസ്കസ്റ്റ് ഉണ്ടായി. എന്തൊക്കെ കാരണം? പബ്ലിക് ഡിസ്കസ്റ്റിന് എന്തൊക്കെ കാരണം? പ്രൈസ് ഹൈക്ക് ആൻഡ് ഫേമൈൻ. പിന്നെ അപ്പൊ ഇതാണ് കാരണം. അത് ഒരെണ്ണം കൂടി ഉണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ തോൽക്കുമെന്ന തോന്നൽ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ തോൽക്കുമെന്ന തോന്നൽ ഇട്ടാ. ബ്രിട്ടൻ വുഡ് ബി ഡിഫീറ്റഡ് ഇൻ സെക്കൻഡ് വേൾഡ് വാർ. ബ്രിട്ടൻ വുഡ് ബി ഡിഫീറ്റഡ് ഇൻ സെക്കൻഡ് വേൾഡ് വാർ. ബ്രിട്ടൻ വിൽ ബി. വില്ല് വേണ്ട, വുഡ് മതി. പാസ്റ്റ് അല്ലേ? പാസ്റ്റ് നമ്മൾ പറയുമ്പോ വില്ല് എന്താവും? വുഡ് ആവും. ബ്രിട്ടൻ വുഡ് ബി ഡിഫീറ്റഡ് ഇൻ സെക്കൻഡ് വേൾഡ് വാർ. ഈ മൂന്ന് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ബ്രിട്ടൻ ഡിഡ്ന്റ് ഇംപ്ലിമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്. പിന്നെ പബ്ലിക് ഡിസ്കസ്ഡ് വിത്ത് പ്രൈസ് ഹൈക്ക് ആൻഡ് ഫാമിൻ. പിന്നെ ബ്രിട്ടൻ വുഡ് ബി ഡിഫീറ്റഡ് ഇൻ സെക്കൻഡ് വേൾഡ് വാർ. 3 പോയിന്റ് കേട്ടാ. ബ്രിട്ടീഷുകാർ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയില്ല. പിന്നെ വിലക്കയറ്റം ക്ഷാമം മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി. പിന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ തോൽക്കുമെന്ന് തോന്നൽ. ഓക്കെ, പറഞ്ഞു കേട്ടോ. ആരെ പറയാന്ന് പറഞ്ഞോ. അഭിഷേക്. ബ്രിട്ടീഷ് ഡിഡ്ന്റ് ഇംപ്ലിമെന്റഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്. പബ്ലിക് ഡിസ്കഷൻസ് വിത്ത് പ്രൈസ് ഹൈക്ക് ആൻഡ് ഫെമിൻ. ദ ബ്രിട്ടൻ വുഡ് ബി ഡിഫീറ്റഡ് ഇൻ സെക്കൻഡ് വേൾഡ് വാർ. പറയേ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയില്ല. വിലക്കയറ്റവും ക്ഷാമവും മൂലം ജനങ്ങളുടെ അതൃപ്തി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെട്ടു. പെട്ടൂന്നല്ല, പരാജയപ്പെട്ടേക്കാം കേട്ടാ. പരാജയപ്പെടുമെന്ന് തോന്നൽ. ഓക്കെ. Implement constitutional reform. Public discussed with price hike and famine. The Britain would be defeated in the second. മാഷ പറയട്ടെ. ബ്രിട്ടീഷ് ഡിഡിന്റ് ഇംപ്ലിമെന്റഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോമേഴ്സ്. പിന്നെ പബ്ലിക് ഡിസ്കസ്ഡ് വിത്ത് ദ പ്രൈസ് ഹൈക്കും ഫെമീനും.
British would be defeated in the Second World War. Okay. British didn't implement the The British did implement the constitutional reform in India. Public discussion meant the British would be defeated in the Second World War. Related British to implement constitutional reforms in India, public distribute with famine and ike, British would be defeated the Second World War. Okay. Sir, parate. Pare. The British didn't implement constitutional reforms. Public discussed with price hike and famine. The Britain would be defeated in the Second World War. Okay. Pare. The British didn't implement constitutional reforms. Public discussed with the price hike and famine. The British would be defeated in Second World War. Okay. Amrita പറയുന്ന പറയേ. Britain didn't implement constitutional reform in India. Public discussed with the price hike and famine. Britain would be defeated in Second World War. Okay. അടുത്തത് പറയേ. British didn't implement the constitutional reform in India. Public distinct with the price hike and famine. The British would be defeated in the Second World War. Okay. അടുത്തത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഗാന്ധിജി എന്തൊക്കെയാണ് ആഹ്വാനം ചെയ്തത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ ഗാന്ധിജി കോൾഡ് ഫോർ ദ ഫോളോയിങ്. എന്തൊക്കെയാണ് ഗാന്ധിജി ആഹ്വാനം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രിൻസിലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങൾ കേട്ടാ, നാട്ടുരാജ്യങ്ങള് ജനങ്ങളെ അംഗീകരിക്കണം, ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. പ്രിൻസിലി സ്റ്റേറ്റ് ഷുഡ് റെക്കഗ്നൈസ് ദ പീപ്പിൾ എന്ന് പറയാം, അല്ലെങ്കിൽ സോവറിനിറ്റി ഓഫ് ദ പീപ്പിൾ എന്ന് പറയാം. പ്രിൻസിലി സ്റ്റേറ്റ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഗാന്ധിജി കോൾഡ് ഫോർ ദ ഫോളോയിങ്. എന്തൊക്കെയാ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടത്? നമ്മളെ നോൺ കോപ്പറേഷൻ അങ്ങനെ രണ്ടെണ്ണം പഠിച്ചു. ഒന്ന് ഗാന്ധിജിയുടെ ആവശ്യങ്ങള്, രണ്ട് അതിന്റെ എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ. രണ്ട് കാര്യങ്ങൾ പഠിച്ചില്ലേ? അതേപോലെ ഇതില് ക്വിറ്റ് ഇന്ത്യയിൽ ഗാന്ധിജി എന്തൊക്കെ, നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ ഫീച്ചേഴ്സാണ്. ക്വിറ്റ് ഇന്ത്യ എങ്ങനെയൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. ഇനി അത് ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു സമരമാണല്ലോ. ഒരു സമരത്തില് ജനങ്ങളെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ വാട്ട് ഡിഡ് ഗാന്ധിജി what are the things that Gandhiji proposed, അല്ലെങ്കിൽ what were the proposals of Gandhiji in Quit India movement? Quit India മൂവ്മെന്റിൽ ഗാന്ധിജിയുടെ പ്രൊപ്പോസൽസ് എന്തൊക്കെയായിരുന്നു? ഗാന്ധിജി കോൾഡ് ഫോർ ദ ഫോളോയിങ്, അത് ചോദ്യമാണ്. ഗാന്ധിജി കോൾഡ് ഫോർ ദ ഫോളോയിങ് എന്നുള്ളത് അത് ചോദ്യത്തിൽ വരുന്ന ഭാഗമാണ്. ആൻസർ ഏതാ? പ്രിൻസിലി സ്റ്റേറ്റ് ഷുഡ് റെക്കഗ്നൈസ് ദ പീപ്പിൾ. പ്രിൻസിലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങളെ ജനങ്ങളെ അംഗീകരിക്കണം. കർഷകർ നികുതി നൽകാൻ പാടില്ല. ഫാമേഴ്സ് ഷുഡ് ഡിനൈ ടാക്സ്, അല്ലെ? ഡിനൈ ടാക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോൺ കോപ്പറേഷനിലൊക്കെ ഡിനൈൽ ഓഫ് ടാക്സ് പഠിച്ചിട്ടില്ലേ? ഫാമേഴ്സ് ഇതേ ഡിഡിൻ പേ അല്ല കേട്ടാ, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ഡിഡ് പറയോ? ഇല്ല, ഷുഡ് പറയാനേട്ടാ, ഡിഡ് അല്ല ഷുഡാ പറയാം കേട്ടാ. മസ്റ്റ് അല്ലെങ്കിൽ ഷുഡാ പറയാം. ഫാമേഴ്സ് ടെക്സ്റ്റിൽ എന്താ ഉള്ളത്? ഷാള് പറയാം. ഫാമേഴ്സ് ഷാൾ ഡിനൈ ടാക്സ്, കർഷകർ ഭൂനികുതി കൊടുക്കരുത്. അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് പരസ്യമാക്കണം. സർക്കാർ ഉദ്യോഗസ്ഥന്മാര് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെന്ന് വെച്ചാൽ ആരാന്നത്? സർക്കാര്, ബ്രിട്ടീഷുകാര്. അപ്പോ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷ് ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരാണ് സർക്കാർ ഉദ്യോഗസ്ഥര്. അവരുടെ അടുത്ത് ചിലപ്പോൾ ഒളിപ്പിച്ചു വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യാം, സമരത്തിലൊക്കെ പങ്കെടുക്കണം. പക്ഷെ അവരെ മുന്നിൽ വെച്ചിട്ട് അത് കാണിക്കില്ല, കാരണം ജോലി പോവാന്ന് വിചാരിച്ചിട്ട്, അല്ലേ? അപ്പൊ ഗാന്ധിജി പറഞ്ഞെന്താ? ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഡിക്ലെയർ ചെയ്യണം. ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഷാൽ ഡിസ്ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യണം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഷാൽ ഡിസ്ക്ലോസ്. എന്താണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്? ദെയർ ലോയൽറ്റി ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്.
government officials shall disclose, shall declare their loyalty to Indian national movement. Indian national movement അവരുടെ ലോയൽറ്റി, അവരുടെ വിശ്വസ്തത, വിശ്വസ്തത അവർ പ്രഖ്യാപിക്കണം, പരസ്യമാക്കണം. പിന്നെ സോൾജേഴ്സ് എന്ത് ചെയ്യണം? പട്ടാളക്കാര് ഇന്ത്യക്കാരെ വെടിവെക്കാൻ സമ്മതിക്കരുത്. പട്ടാളക്കാർ ഇന്ത്യക്കാരെ വെടിവെക്കാൻ സമ്മതിക്കരുത്. സോൾജേഴ്സ് ഷാൽ ഡിസൊബേ ടു ഷൂട്ട് ഇന്ത്യൻസ്. Soldiers should disobey. Soldiers should disobey to shoot Indians. Soldiers ഇന്ത്യക്കാരെ ഡിസൊബേ, ഇന്ത്യക്കാരെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഡിസൊബേ ചെയ്യണം, അനുസരിക്കരുത്. പട്ടാളക്കാർ ഇന്ത്യക്കാരെ ഇന്ത്യക്കാരെ വെടിവെക്കാൻ വിസമ്മതിക്കണം കേട്ടാ. പട്ടാളക്കാർ ഇന്ത്യക്കാരെ വെടിവെക്കാൻ വിസമ്മതിക്കണം. പട്ടാളക്കാർ ഇന്ത്യക്കാരെ വെടിവെക്കാനായിട്ട് വിസമ്മതിക്കണം. Soldiers shall disobey to shoot Indians. പിന്നെ സ്റ്റുഡൻസ് എന്ത് ചെയ്യണം? എപ്പോഴും പറയണേ എന്താ? സ്റ്റുഡൻറ് ഷാൽ ബോയ്ക്കോട്ട് ഇംഗ്ലീഷ് സ്കൂൾസ്. വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് സ്കൂളുകൾ ബഹിഷ്കരിക്കണം കേട്ടാ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് പോയിന്റ് എന്താ? പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് എന്ത് ചെയ്യേണ്ടത്? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് ഷാൽ റെക്കഗ്നൈസ് പീപ്പിൾ. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് ഷാൽ റെക്കഗ്നൈസ് പീപ്പിൾ. നാട്ടുരാജ്യങ്ങൾ ജനങ്ങളെ അംഗീകരിക്കണം. പിന്നെ ഫാമേഴ്സ് ഷാൽ ഡിനൈ ടാക്സ്. കർഷകർ നികുതി കൊടുക്കരുത്. പിന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ അവരുടെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം. ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഷാൽ ഡിസ്ക്ലോസ് their loyalty to national movement. Soldiers shall disobey to shoot Indians. പട്ടാളക്കാർ ഇന്ത്യക്കാരെ വെടിവെക്കാൻ വിസമ്മതിക്കണം, പാടില്ല. ഓക്കെ. പിന്നെ സ്റ്റുഡൻസ് ഷാൽ ബോയ്ക്കോട്ട് ഇംഗ്ലീഷ് സ്കൂൾസ്. വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് സ്കൂളുകൾ ബഹിഷ്കരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ആരെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ചോദിച്ചോട്ടാ. പറയാം. Princely states shall recognize the people. അവസാനത്തെ സ്റ്റുഡൻസിന്റെ പറഞ്ഞു. Students shall boycott English schools. Sir, Princely state shall recognize the people. Farmers shall not pay land tax. Government officials shall disclose their loyalty to Indian National Congress. Soldiers shall disobey order to shoot Indians. Students shall boycott English school. Okay. പറയട്ടെ. Quit India movements. Princely states shall recognize peoples. Farmers shall not pay land tax. Government officials shall disclose their loyalty to national movement. Soldiers shall disobey to shoot Indian. Students shall boycott English school. Okay. മാഷി പറയട്ടെ. Princely states shall recognize people. Farmers should deny tax. Government officials shall declare their loyalty to Indian national movement. Soldiers shall disobey to shoot Indians. Students shall boycott English schools. Okay. Sir, പറയട്ടെ. പറയാം. Princely states shall recognize people. Farmers shall deny tax. Government officials shall disclose their loyalty to Indian National Congress. Soldiers shall disobey to shoot Indians. Students shall boycott English school. Okay. മാഷി പറയട്ടെ. പറയാം. Princely states should recognize people. Farmers shall deny tax. Government officials shall disclose their loyalty to national movement. Soldiers shall disobey to shoot Indians. Students shall boycott English schools. മാഷി പറയണ്ട.
The Fine. princely states shall recognize the people. The farmers should deny the taxes. The government officials shall disclose their loyalty to the national movement. Soldiers should disobey to shoot the Indian. Students shall boycott English schools. Okay. Fine. Okay. മാഷ് പറയട്ടെ. Fine. Princely states shall recognize the people. Farmers should not pay land tax. പിന്നെ government officials shall disclose their loyalty to Indian National Congress. പിന്നെ without resigning their position in the army, soldiers shall disobey the orders to shoot the Indians. പിന്നെ students shall boycott English education. Okay. അടുത്ത ക്വസ്റ്റ്യൻ. സ്വരാജ് പാർട്ടി 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് സിആർ ദാസും മോത്തിലാൽ നെഹ്റുവും. 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് സിആർ ദാസും മോത്തിലാൽ നെഹ്റുവും. ഇനി അവര് ഓപ്പോസിറ്റ് ഗാന്ധിയൻ ഐഡിയ ഓഫ് ബോയ്ക്കോട്ട് മൂവ്മെന്റ്. അവര് ഈ ഗാന്ധിജിയുടെ ഈ ബോയ്ക്കോട്ട് മൂവ്മെന്റ്, ബോയ്ക്കോട്ട് ഇല്ലേ, ആ ഐഡിയനൊക്കെ അവര് എതിർത്തു. കേട്ടാ, അവർക്ക് അതൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. സിആർ ദാസും മോത്തിലാൽ നെഹ്റു ആണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. ഗാന്ധിജിയുടെ ഈ ബഹിഷ്കരണ പ്രസ്ഥാനത്തൊക്കെ അവർ എതിർത്തു. ഗാന്ധിജിയുടെ ആശയങ്ങൾ അവർ എതിർത്തു എന്ന് പറഞ്ഞാൽ മതി. ദേ ഓപ്പോസിറ്റ് ഗാന്ധിയൻ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ അവര് ദേ കോണ്ടസ്റ്റഡ് എലക്ഷൻസ്. അവര് ഇലക്ഷനിൽ പങ്കെടുക്കാനായിട്ട് തീരുമാനിച്ചു. അവര് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അത്രയേ ഉള്ളൂ. 3 പോയിന്റ് പറഞ്ഞാൽ മതി. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും നമ്മൾ നോക്കി പോവാണ്. ഇതില് ഏറ്റവും NB ആയിട്ടുള്ളത് വേറെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമ്മൾ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്ത് പോവാണ്. കാരണം 1 വേർഡ് ആയിട്ട് വരാം, മാത്സ് ഫോളോയിങ് ആയിട്ടൊക്കെ വരാം. അതൊന്നും മിസ്സാവാതിരിക്കാൻ നമ്മൾ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്ത് പോവാണ്. അപ്പൊ സ്വരാജ് പാർട്ടി 1923 ആരൊക്കെയാ അത് സ്റ്റാർട്ട് ചെയ്തത്? സിആർ ദാസ്, മോത്തിലാൽ നെഹ്റു. അപ്പൊ നിങ്ങളെ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. സ്വരാജ് പാർട്ടിന്ന് എഴുതാ, വർഷം എഴുതാ, അവരുടെ പേര് എഴുതാം. പിന്നെ അവരൊരു പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് ഗാന്ധിയൻ ഐഡിയാസ്, ഗാന്ധിജിയുടെ ആശയങ്ങളെ എതിർത്തു എന്ന് എഴുതാം. പിന്നെ ഇലക്ഷൻ എഴുതിയാൽ മതി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അവര് ബോയ്ക്കോട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പകരം അവരെന്താണ് ചെയ്തത്? അവരുടെ ഐഡിയ എന്തായിരുന്നു? ഇലക്ഷനിൽ അവർ മത്സരിക്കാം. നിയമസഭയിലൊക്കെ ഇലക്ഷനിൽ മത്സരിക്കാം. ആ ഒരു ഐഡിയ ആണ് അവർക്ക് ഉണ്ടായിരുന്നത്. അല്ലാതെ ഇങ്ങനെ ബോയ്ക്കോട്ട് ചെയ്ത് നടന്നിട്ടൊന്നും കാര്യമില്ല എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു അവർക്ക് ഉണ്ടായത്. ഗാന്ധിജിയുടെ ആശയങ്ങൾ അവർ എതിർത്തു. ക്ലിയർ അല്ലേ? മനസ്സിലായ? എഴുതിയാ? ഓക്കെ. അപ്പൊ ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഒന്നുകൂടി പറയോ? ഏതാ പറയണ്ട? ഇംഗ്ലീഷ് മലയാള? ഇംഗ്ലീഷ്. സ്വരാജ് പാർട്ടിന്ന് എഴുതാ. 1923 ആരൊക്കെയാ സ്റ്റാർട്ട് ചെയ്ത്? സിആർ ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു. പിന്നെ അവരുടെ ഐഡിയ എന്തായിരുന്നു? ദേ ഓപ്പോസിറ്റ് ഗാന്ധിയൻ ഐഡിയ. പിന്നെ ദേ കോണ്ടസ്റ്റഡ് എലക്ഷൻ. ഇത്രയുള്ളൂ. അവര് ഗാന്ധിയൻ സമരരീതികൾ, ഗാന്ധിയുടെ ആശയങ്ങൾ അവർ എതിർത്തു, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അത്രയുള്ളൂ. അതങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതി. അത്ര പ്രധാനപ്പെട്ടതല്ല. ഇതാ പറയേ. ഓക്കെ. അടുത്തത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഇതും അത്ര പ്രധാനപ്പെട്ടതല്ല, അത്ര NB ക്വസ്റ്റ്യൻ അല്ല അത്. ഇതിന്റെ വർഷം 1928 ആണ്. സ്വരാജ് പാർട്ടി എന്നാ 23. ഇതേതാ പാർട്ടി? ഇതേതാ പാർട്ടി? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 1928 ആണ്. ആരൊക്കെ ഇതിലെ പ്രധാന നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു ഉണ്ടായിരുന്നു. അതിന്റെ പേരെന്താ? റിപ്പബ്ലിക്കൻ ആർമി എന്നായിരുന്നു ഒരു സേനാ വിഭാഗത്തിന്റെ പേര്. പിന്നെ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാല് ഒരു ഇംഗ്ലീഷുകാരനെ ഇവര് വെടിവെച്ചു കൊന്നു. ആരനെയാ? സാൻഡേഴ്സ് എന്ന പേരുള്ള ഇംഗ്ലീഷുകാരനെ ഒരു വെടിവെച്ചു. ലാലാ ലജ്പത് റായിനെ അയാളാണ്
അയാള് ലാത്തി ചാർജ് നടത്തിയിട്ടാണ് ലാലാ ലജ്പത് റായ് എന്ന ദേശീയ നേതാവിനെ അദ്ദേഹത്തിന്റെ ലാത്തി ചാർജ് കൊണ്ടിട്ട് പോയ അസുഖമായിട്ടാണ് ലാലാ ലജ്പത് റായ് മരണപ്പെട്ടത്. അപ്പൊ ആ ദേഷ്യത്തിന് സാൻഡേഴ്സിനെ ഒരു വെടിവെച്ച് കൊന്നു. അപ്പൊ ഇവരെ ഇംഗ്ലീഷുകാർ തൂക്കിലേറ്റി, ഹാങ് ടു ഡെത്ത്. ഒരു ഇംഗ്ലീഷുകാർ തൂക്കിലേറ്റി. അതാണ് ഈ സംഭവം. അപ്പൊ ഇതിൽ പഠിക്കേണ്ടത് മെയിൻ ആയിട്ട് ഇതിനൊക്കെ വരാൻ വർഷം പഠിക്കണം, അതിന്റെ പേര് പഠിക്കണം. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഇതിന്റെ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. വർഷം 1928. പിന്നെ ആരൊക്കെയാണ് അതിലുണ്ടായിരുന്നത്? ആരൊക്കെയാ? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ്. പിന്നെ അവരുടെ മിലിറ്ററി വിങ്ങിന്റെ പേരെന്താ? റിപ്പബ്ലിക്കൻ ആർമി എന്നായിരുന്നു അവരുടെ സേനാ വിഭാഗത്തിൽ. പിന്നെ അവരാരെ വെടിവെച്ചു കൊന്ന്? സാൻഡേഴ്സിനെ വെടിവെച്ചു കൊന്നു. ദേ ഷോട്ട് സാൻഡേഴ്സ്, ദേ ഷോട്ട് ടു കിൽ സാൻഡേഴ്സ് അല്ലേ? ദേ ഷോട്ട് സാൻഡേഴ്സ് ടു കിൽ. അവർ വെടിവെച്ചു കൊന്നു. അവർ സാൻഡേഴ്സിനെ വെടിവെച്ചു കൊന്നു. ദേ വേ ഹാങ് ടു ഡെത്ത്. അവരെ തൂക്കിക്കൊന്നു. ബ്രിട്ടീഷുകാർ അവരെ തൂക്കിക്കൊന്നു. ദേ വേ ഹാങ് ടു ഡെത്ത് ബൈ ദ ബ്രിട്ടീഷ്. നോട്ട് ചെയ്താ? എഴുതി എല്ലാവരും? ഓക്കെ. അപ്പൊ ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, പാർട്ടിയുടെ പേരെന്താ? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. വർഷം 1928. ആരൊക്കെ ലീഡേഴ്സ്? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ്. പിന്നെ അവരുടെ മിലിറ്ററി വിങ്ങിന്റെ പേര്, സേനാ വിഭാഗത്തിന്റെ പേര്? റിപ്പബ്ലിക്കൻ വെടിവെച്ച് കൊന്ന ബ്രിട്ടീഷുകാരന്റെ പേര്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര്? സാൻഡേഴ്സ്നോ സോൻഡേഴ്സ് എന്നൊക്കെ പറയാം. ഇംഗ്ലീഷിൽ AU എന്നാണ്, മലയാളത്തിൽ സാൻഡേഴ്സ് എന്നാണ്. സോൻഡേഴ്സും സാൻഡേഴ്സ് പറയാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഴുതിയില്ല എല്ലാവരും? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മറ്റ് പ്രധാന പാർട്ടികൾ, അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ രൂപം കൊണ്ട പ്രധാനപ്പെട്ട പാർട്ടികൾ. ഒന്ന് അഭിനവ് ഭാരത് സൊസൈറ്റി, VD സവർക്കർ. ഇതാണ് ഇന്ന് RSS എന്നറിയപ്പെടുന്ന പാർട്ടിയാണ് ഇത് കേട്ടാ, അഭിനവ് ഭാരത് സൊസൈറ്റി. അതന്ന് VD സവർക്കറാണ് രൂപം കൊടുത്തത്. പിന്നെ അനുശീലൻ സമിതി, ബരീന്ദർ കുമാർ ഘോഷ്. അനുശീലൻ സമിതി, ബരീന്ദർ കുമാർ ഘോഷ്. പുലിൻ ബിഹാരി ദാസ്, പുലിൻ ബിഹാരി ദാസ്. പിന്നെ ഗദർ പാർട്ടി, ഗദർ പാർട്ടി, ലാലാ ഹർദയാൽ, ലാലാ ഹർദയാൽ, ഗദർ പാർട്ടി. പിന്നെ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, അത് മറ്റേ എന്റെ ആർമിയുടെ പേര് തന്നെയാണ് അല്ലെ? അത് വെറും റിപ്പബ്ലിക്കൻ ആർമിയാണ്, ഇത് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയാണ്. വ്യത്യാസം മൈൻഡ് ചെയ്യണം. സൂര്യസെൻ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സൂര്യസെൻ. ഇതുപോലത്തെ മാച്ച് ദ ഫോളോയിങ്ങിലും വൺ വേർഡിലൊക്കെ ഇതുപോലത്തെ വരാം. ഇടാ, മാച്ച് ദ ഫോളോയിങ്ങിലും വൺ വേർഡിലൊക്കെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഏതൊക്കെയാ? അഭിനവ് ഭാരത് സൊസൈറ്റി ആരാ? ആരാ അഭിനവ് ഭാരത് സൊസൈറ്റി? VD സവർക്കർ. അനുശീലൻ സമിതി? ബരീന്ദർ കുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്. ഗദർ പാർട്ടി? ലാലാ ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി? സൂര്യസെൻ. ഇനി അടുത്തത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 ആരാ? ആര് നേതൃത്വത്തിലാ? ജയപ്രകാശ് നാരായൺ ഇൻ ബോംബെ. ഇതൊന്നും അത്ര പ്രധാനപ്പെട്ടതല്ല, എങ്കിലും നമ്മളൊന്ന് നോക്കി പോവാണ്. ജയപ്രകാശ് നാരായണ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 ബോംബെയില്
കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 ബോംബെയിൽ വെച്ചിട്ട് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഈ പാർട്ടിയുടെ പേര്, വർഷം, പിന്നെ ആളുടെ പേര്, അത് 3 പോയിന്റ് എഴുതിയാൽ മതി. പാർട്ടിയുടെ പേരെന്താ? പാർട്ടിയുടെ പേരെന്താ? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. പിന്നെ ആരാ ഇത് സ്റ്റാർട്ട് ചെയ്തത്? ജയപ്രകാശ് നാരായണൻ 1934. അപ്പോ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നതേ, അന്ന് എല്ലാവരും ഗാന്ധിജി അനുകൂലിച്ചിരുന്നോ? ഇല്ല. ഒരുപാട് നേതാക്കന്മാര് ഗാന്ധിജിയുടെ ഈ രീതികളെ എതിർത്തിരുന്നു. അതെന്തൊക്കെയാന്നുള്ളതാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പാർട്ടികളൊക്കെയാണത്. പിന്നെ അടുത്തത് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഏതാ? ഏതാ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ? സുഭാഷ് ചന്ദ്രബോസിന്റെ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് ആണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പഠിക്കാവുന്നത്. നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സുഭാഷ് ചന്ദ്രബോസ്. നോൺ കോഓപ്പറേഷനും സിവിൽ നിയമലംഘനം, സിവിൽ ഡിസൊബീഡിയൻസും നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റും പിന്നെ സുഭാഷ് ചന്ദ്രബോസും ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. 3 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് SLC ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് എന്തൊക്കെയാന്ന് നോക്കാം. സുഭാഷ് ചന്ദ്രബോസിന്റെ എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ള അതിന്റെ ടൈറ്റിൽ ആയിട്ട് എഴുതുന്നതാണ്. ക്വസ്റ്റ്യൻ സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് വിവരിക്കുക. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സുഭാഷ് ചന്ദ്രബോസ് ഇൻ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ആണ് ചോദ്യം. സുഭാഷ് ചന്ദ്രബോസിന് എഴുതിയാൽ മതി ടൈറ്റിലായിട്ട്. സുഭാഷ് ചന്ദ്രബോസിന് ടൈറ്റിൽ എഴുതാം. ചോദ്യം പല രീതിയിൽ ചോദിക്കാം. സുഭാഷ് ചന്ദ്രബോസിന് കണ്ട പിന്നെ വേറെ നോക്കണ്ട, അത് എഴുതിയാൽ മതി. ഇതാണ് സുഭാഷ് ചന്ദ്രബോസ്. ഇനി അതിന്റെ പോയിന്റ്സ് പറയാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ഇപ്പൊ തന്നെ പറയണണ്ടാ. എല്ലാവരും ഇപ്പൊ തന്നെ എഴുതണം, പറയണം, അയക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഐഡിയ എന്താ? ഗാന്ധിയൻ ഐഡിയാസിന് എന്തായിരിക്കും? അനുകൂലിച്ചു എന്നാണോ, ഓപ്പോസിറ്റ് ആണോ, ഫേവേർഡ് ആണോ? ഓപ്പോസിറ്റ് ആണ്, എതിർത്തു. അദ്ദേഹം ഗാന്ധിയൻ ആശയങ്ങളെ എതിർത്തു. ഹി ഓപ്പോസ്ഡ് ഗാന്ധിയൻ ഐഡിയാസ്. അദ്ദേഹം ഗാന്ധിയൻ ആശയങ്ങളെ എതിർത്തു. അദ്ദേഹം ഗാന്ധിയൻ ആശയങ്ങളെ എതിർത്തു. കണ്ട, അദ്ദേഹം ഗാന്ധിയൻ ആശയങ്ങളെ എതിർത്തു. ഹി ഓപ്പോസ്ഡ് ഗാന്ധിയൻ ഐഡിയാസ്. പിന്നെ ഏതിന്ന് പോയി, ഏതിന്ന് വിട്ടുപോയിട്ടുണ്ടാവും? അപ്പോ ഏത് പാർട്ടിന്നാ പോയിട്ടുണ്ടാവാ? കിറ്റായിട്ടുണ്ടാവാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കിറ്റായി അല്ലെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ടിട്ട് പിന്നെ എന്ത് രൂപീകരിച്ചു? ഫോർവേഡ് ബ്ലോക്ക്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ്, ഹി ഫോംഡ് ഫോർവേഡ് ബ്ലോക്ക്. അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചു. രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. അദ്ദേഹം രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ഹി ഫോംഡ് ഫോർവേഡ് ബ്ലോക്ക്. അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചു. ഹി ഫോംഡ് ഫോർവേഡ് ബ്ലോക്ക്. അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചു. അപ്പൊ അദ്ദേഹം രൂപീകരിച്ച പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരെന്താ? രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താ? ഫോർവേഡ് ബ്ലോക്ക്. ഫോർവേഡ് ബ്ലോക്ക്. ഇനി അടുത്ത പോയിന്റ്, ഇന്ത്യൻ നാഷണൽ ആർമി. അതിന്റെ ചാർജ്, ചുമതല അദ്ദേഹം ഏറ്റെടുത്തു. അത് രൂപീകരിച്ചത് അദ്ദേഹം. ആരാ? റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത്. റാഷ് ബിഹാരി ബോസ് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തു. അപ്പൊ അദ്ദേഹം രൂപീകരിച്ചത് പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പേരെന്താ? ഫോർവേഡ് ബ്ലോക്ക്. ഫോർവേഡ് ബ്ലോക്ക് എന്നുള്ള പാർട്ടിയാണ് അദ്ദേഹം രൂപീകരിച്ചത്. ഇന്ത്യൻ നാഷണൽ ആർമി ആരെ രൂപീകരിച്ച്? കണ്ട, quitting the Congress, he formed a political party called Forward Bloc. He took the charge of Indian National Army, formed by Rash Bihari Bose. റാഷ് ബിഹാരി ബോസ് ആണ് ഇത് ഫോം ചെയ്തത്. അതിന്റെ ചാർജ് ആരാ ഏറ്റെടുത്ത്? സുഭാഷ് ചന്ദ്രബോസ് took charge of. സുഭാഷ് ചന്ദ്രബോസ് took up charge of Indian National Army. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചുമതല ഏറ്റെടുത്തു. He took up the charge of Indian National Army. He took up the charge of Indian National Army. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചുമതല ഏറ്റെടുത്തു. He took the charge of Indian National Army.
അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചാർജ് ഏറ്റെടുത്തു. പിന്നെ അടുത്ത പോയിന്റ്, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചുമതല ഏറ്റെടുത്തു. അടുത്ത പോയിന്റ്, അദ്ദേഹം സിംഗപ്പൂരിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചു. എന്തിനാ? ബ്രിട്ടീഷുകാർക്കെതിരെ. ഇതാ, ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം സിംഗപ്പൂരിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചു. He formed a provisional government in Singapore to fight against the British. ഇതാ, അല്ലെങ്കിൽ to force the British to leave India. നേരത്തെ പറഞ്ഞില്ലേ, to force എന്ന് പറഞ്ഞൊരു സെന്റൻസ് നേരത്തെ പറഞ്ഞു. ലാസ്റ്റ് സെന്റൻസ് കൂടെ പറഞ്ഞാലും മതി. To force the British to leave India. He formed a provisional government in Singapore to force the British to leave India. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പോകാൻ നിർബന്ധിക്കാൻ വേണ്ടിയിട്ട് സിംഗപ്പൂരിൽ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് അദ്ദേഹം രൂപീകരിച്ചു. അദ്ദേഹം സിംഗപ്പൂരിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചു. ബ്രിട്ടീഷുകാരെ എതിർക്കാൻ വേണ്ടി അദ്ദേഹം സിംഗപ്പൂരിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചു. അത്രേ ഉള്ളൂ. എന്താ ചോദിച്ചു? പിന്നെ ആരാ ചോദിച്ചു? ഫസ്റ്റ് സെന്റൻസ് ആണോ? He formed a provisional government. He formed a provisional government in Singapore to force the British to leave India. He formed a provisional government. He formed a provisional government in Singapore to force the British to leave India. പിന്നെ ആരാ ഫിദ എന്താ ചോദിച്ചിരുന്ന? മാഷി ഇപ്പൊ പറഞ്ഞതല്ലാണ്ട് ഫസ്റ്റ് തന്നെ ഈ ഇതില് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഹി ഫോംഡ് എ പ്രൊഫഷണൽ ഗവൺമെന്റ് ഇൻ സിംഗപ്പൂർ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി He formed against the British ആണോ? He formed a provisional government in Singapore against the British. Against the British എഴുതിയാലും മതി. He formed a provisional government in Singapore against the British. ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് സിംഗപ്പൂരിലെ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചു. സാർ അപ്പൊ ഇതില് ഫോഴ്സ് ടു ലീവ് ബ്രിട്ടീഷ് ഫ്രം ഇന്ത്യ എന്ന് എഴുതണ്ടേ? ഒന്നിലെ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ടു ഫോഴ്സ് ദ ബ്രിട്ടീഷ് ടു ലീവ് ഇന്ത്യ എന്ന് എഴുതാം. രണ്ട് സെയിം തന്നെയാണ്. ഒന്നിലെ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. He formed a provisional government in Singapore against the British എന്ന് എഴുതാം, അല്ലെങ്കിൽ he formed a provisional government in Singapore to force the British to leave India എന്ന് എഴുതാം. ഏത് വേണമെങ്കിൽ എഴുതാം. He formed a provisional government in Singapore against the British. അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരായി സിംഗപ്പൂരിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചു. അടുത്ത പോയിന്റ്, അതിന്റെ വനിതാ വിഭാഗം ചാൻസി റെജിമെന്റ് ആയിരുന്നു. It had a women wing. It had a women wing called Chancy Regiment. It had a women wing called Chancy Regiment. അതിന് ചാൻസി റെജിമെന്റ്, അതിന്റെ വനിതാ വിഭാഗം ചാൻസി റെജിമെന്റ് ആയിരുന്നു. അതിന്റെ വനിതാ വിഭാഗം ചാൻസി റെജിമെന്റ് ആയിരുന്നു. It had a women wing called Chancy Regiment. It had a women wing called Chancy Regiment. അതിന്റെ വനിതാ വിഭാഗം ചാൻസി റെജിമെന്റ് ആയിരുന്നു. അതിന്റെ വനിതാ വിഭാഗം ചാൻസി റെജിമെന്റ് ആയിരുന്നു. It had a women wing called Chancy Regiment. It had a women wing called Chancy Regiment. അതിന്റെ വനിതാ വിഭാഗം ചാൻസി റെജിമെന്റ് ആയിരുന്നു. ഇനി മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു അതിന്റെ ചുമതല. മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു അതിന്റെ ചുമതല. Captain Lakshmi, a Keralite, took the charge of it. Captain Lakshmi, a Keralite, was in charge of this. Was in charge of this. Captain Lakshmi, a Keralite, was in charge of this. Captain Lakshmi, a Keralite, was in charge of this. Captain Lakshmi, a Keralite, was in charge of this. മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു ഇതിന്റെ ചുമതല. മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു ഇതിന്റെ ചുമതല. അടുത്ത പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഇടാ.
പറയേ. എന്ത് പറ്റി? ഓക്കെ. അടുത്തത് ജപ്പാന്റെ സഹായത്തോടെ ഇന്ത്യയിലേക്ക് മാർച്ച് നടത്തി. He marched to India with the help of Japan. He marched to India with the help of Japan. ജപ്പാന്റെ സഹായത്തോടെ ഇന്ത്യയിലേക്ക് മാർച്ച് നടത്തി. He marched to India with the help of Japan. He marched to India with the help of Japan. ജപ്പാന്റെ സഹായത്തോടെ ഇന്ത്യയിലേക്ക് മാർച്ച് നടത്തി. ജപ്പാന്റെ സഹായത്തോടെ ഇന്ത്യയിലേക്ക് മാർച്ച് നടത്തി. പഠിച്ചാ? പറഞ്ഞേ. He marched to India with the help of Japan. Okay. ജപ്പാന്റെ സഹായത്തോടെ ഇന്ത്യയിലേക്ക് മാർച്ച് നടത്തി. പിന്നെ ഇംഫാലിൽ ഇന്ത്യൻ പതാക ഉയർത്തി. And hoisted Indian flag in Imphal. And hoisted Indian flag in Imphal. ഇംഫാലിൽ ഇന്ത്യൻ പതാക ഉയർത്തി. ഇംഫാലിൽ ഇന്ത്യൻ പതാക ഉയർത്തി. ഇംഫാലിൽ ഇന്ത്യൻ പതാക ഉയർത്തി. And hoisted Indian flag in Imphal. ഇത് പറഞ്ഞു കേട്ടാ. പഠിച്ചവര് ഇത് പറഞ്ഞു കേട്ടാ. പറയേ. He opposed Gandhiji ideas. He formed forward bloc. He took up the charge of Indian army to force the British to leave India. He formed a provisional government in Singapore. It added a woman wing called Jessel Regiment. Captain Lakshmi, a Keralite, was in charge of this. He marched to India with the help of Japan. He hosted Indian flag in Imphal. Okay. Sida പറയേ. He opposed Gandhian ideas. He formed a forward bloc. He took the charge of the Indian National Army. He formed a provisional government in Singapore against the British. It had a woman wing called Jhansi Regiment. Captain Lakshmi, a Keralite, was in charge of this. The march to India with the help of Japan and hoisted Indian flag in Imphal. പറയട്ടെ. പറയേ. He opposed Gandhian ideas. He formed forward bloc. Subhash Chandra Bose, charge of Indian National Army. He formed provisional government in Singapore against the British. It had a woman wing called Jhansi Regiment. Captain Lakshmi, a Keralite, was in charge of this. He marched to India with help to Japan and hoisted Indian flag in Invest. Sir, പറയട്ടെ. ഇമ്മാനുവൽ ടോണി പറയട്ടെ. ഒരു മിനിറ്റ് കൃഷ്ണപ്രിയ. He joined the International Army. He formed a provisional government in Singapore. It had a woman called Jhansi Regiment, and Captain Lakshmi was in charge of it, who was a Keralite. He marched to India with the help of Japan, and he hosted the Indian flag. കൃഷ്ണപ്രിയ പറയട്ടെ. He opposed Gandhian ideas. He formed a forward bloc. He took up the charge of the Indian National Army formed by Rash Bihari Bose. He formed a provisional government in Singapore to force the British to quit India. പറയേ. He opposed the Gandhian forward bloc, was in charge of the Indian National Army, a provisional government formed in Singapore. Had a woman called In charge of this, they marched to India with the help of Japan and hosted Regiment. Lakshmi, was in charge of this. He marched to India with the help of Japan and മാഷ് പറയട്ടെ. പറയേ. He opposed Gandhian ideas. He formed a forward bloc. He took the charge of Indian National Army. He formed a provisional government in Singapore to force the British to leave India. It had a woman wing called Jhansi Regiment. Captain Lakshmi, a Keralite, was in charge of this. He marched to India with the help of Japan and hoisted Indian flag in Imphal. Okay. മാഷ് പറയട്ടെ. പറയേ.
He opposes the Gandhian ideas. He formed the Forward Bloc. He took up the charge of the Indian army. He formed the provisional government in the Singapore to force the British to leave India. It had a woman wing called the Jhansi Regiment. The Captain Lakshmi, the Calet, was in charge. He made a march to India with the help of the Japan and hosted Indian flag in Imphal. Okay. മാഷി പറയട്ടെ. പറയ്. He opposed the Gandhian idea. He formed a forward bloc. He took the charge of Indian National Army. He formed a provincial government in Singapore to force the British to quit India. It had a woman wing called the Jhansi Regiment. Captain Lakshmi, a Keralite, was in charge of this. He marched to India with the help of Japan and hosted Indian flag in Imphal. Okay. Sir, he opposed Gandhi's ideas. He quit from the Congress and formed a forward bloc. He took up the charge of Indian National Army. He made a provisional government in Singapore to against the British. It had a woman wing called Jhansi Regiment. Captain Lakshmi was the charge of this. He marched to India with the help of Japan. He hosted Indian flag in Imphal. Okay. Pare. He opposed the Gandhian ideas. He formed a forward bloc. He was the charge of Indian National Army. He formed a provisional government in India to against the British. It had a woman being called Jhansi Regiment. The Captain Lakshmi Keralite was charged of it. He marched to India with the help of Japan. They hosted Indian flag in Imphal. Okay. Sir, പറയ്. he opposed the Gandhian ideas. He formed a forward bloc. He took up the charge of Indian National Army. He formed a provisional government in Singapore for force the British to leave India. It has a woman wing called Jhansi Regiment. Captain Lakshmi, a Keralite, has the in charge. He marched to India with the help of Japan. He hosted India flag in Imba. Okay. Pare. He opposed the Gandhian ideas. He formed a forward bloc. He took in charge of Indian National Army founded by Raj Bihari. He formed a provisional government in Singapore to force British to leave India. It had a woman wing called the Jhansi Regiment. Captain Lakshmi was in charge of this. He marched to India with the help of Japan and hoisted Indian flag in Imphal. Okay. തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനുണ്ടായി. അങ്ങനെ ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപം കൊണ്ട രണ്ട് തൊഴിലാളി പ്രസ്ഥാനങ്ങളാണ് തൊഴിലാളി സംഘടനകളാണ് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ. നമ്മൾ യൂണിയൻകാരെ കണ്ടിട്ടില്ലേ? അത് ആ സംഘടനകളാണത്, യൂണിയൻ സംഘടനകൾ. തൊഴിലാളി യൂണിയൻ. അപ്പൊ ഇന്ത്യയിൽ ആദ്യം ഉണ്ടായിട്ടുള്ള തൊഴിലാളി യൂണിയനുകളാണ് ഇത് രണ്ടെണ്ണം. ഏതൊക്കെയാ? അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ.
നോട്ട് ചെയ്താ? ഇന്ത്യയിലെ ആദ്യകാല തൊഴിലാളി സംഘടനകൾ അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ. ഏർലിയർ ലേബർ യൂണിയൻസ് ഇൻ ഇന്ത്യ, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ. എല്ലാവരും ഒപ്പം എഴുതാട്ടാ. എല്ലാവരും ഒപ്പം എഴുതുക, നോട്ട് കയ്യിലുണ്ടാവുക. നിങ്ങളൊപ്പം എഴുതി പോയി കഴിഞ്ഞാൽ നമ്മുടെ എഴുത്തും വായനയും പഠനവും പറയലൊക്കെ ഈ ടൈമിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നടന്നു പോകും. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഇനി അത് പഠിക്കാൻ വളരെ ഈസി ആവും. വെറുതെ കേട്ടിരിക്കരുത് ആരും. എല്ലാവരും എഴുതണം, എല്ലാവരും പറയണം, ഒപ്പം പഠിക്കണം. Next question. ആയിരത്തി 1920 NM ജോഷി, ലാലാ ലജ്പത് റായ് അവർ രൂപീകരിച്ചതാണ് AITUC, അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. ഇതിന്റെ ലക്ഷ്യങ്ങള് തൊഴിലാളി വർഗം എന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിൽ പങ്കെടുക്കുക. 3 ലക്ഷ്യങ്ങളാണ് ഇതിനുള്ളത്. ഒന്നെന്താ? സംഘടിച്ച് പ്രവർത്തിക്കുക. 2, രാജ്യത്തിന് പുറത്തുള്ളവരുമായിട്ട് സംഘടിക്കുക. 3, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുക. അങ്ങനെ 3 ലക്ഷ്യങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. AITUC അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ. ആരൊക്കെ നേതാക്കന്മാര്? NM ജോഷി, ലാലാ ലജ്പത് റായ്, AITUC. അതിന് 3 aims ഉള്ളത്. 1, to organize. 2, to cooperate with working class outside India. 3, to participate in freedom struggle. 3 എന്നുള്ളത് കേട്ടാ. 3 1, to organize. 2, to cooperate with the working class outside India. 3, to participate in freedom struggle. മാർക്ക് ചെയ്ത് തരാം. NM ജോഷി, ലാലാ ലജ്പത് റായ്, AITUC. 1, to organize. 2, cooperate with working class outside India. 3, to participate in freedom struggle. അങ്ങനെ 3 എയിമാണ് ഇതിനുണ്ടായിരുന്നത് കേട്ടാ. മലയാളത്തിൽ നോക്കിക്കോ. NM ജോഷി, ലാലാ ലജ്പത് റായ് അവരാണ് AITUC രൂപീകരിച്ചത്. 1, സംഘടിക്കുക, തൊഴിലാളി വർഗം എന്ന നിലയിൽ സംഘടിക്കുക. 2, രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക, സഹകരിക്കുക. 3, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പങ്കെടുക്കുക.
3 ലക്ഷ്യമാണ് ഇതിനുണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? പറഞ്ഞ ആരൊക്കെയാ ITC രൂപീകരിച്ചത്? ആരൊക്കെയാ? NM ജോഷി, ലാലാ ലജ്പത് റായ്. അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? 1 ടു ഓർഗനൈസ്, 2 ടു കോപ്പറേറ്റ്, 3 ടു പാർട്ടിസിപ്പേറ്റ് അല്ലേ? ITC NM ജോഷി, ലാലാ ലജ്പത് റായ്. 1 സംഘടിക്കുക, 2 സഹകരിക്കുക, ചേർന്ന് പ്രവർത്തിക്കുക, 3 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുക. Next question. അഖിലേന്ത്യാ കിസാൻ സമിതി. അഖിലേന്ത്യാ കിസാൻ സമിതി, അഖിലേന്ത്യാ കിസാൻ സഭ, അഖിലേന്ത്യാ കിസാൻ സമിതി എന്നൊക്കെ പറയും. അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നെന്താ? ഭൂനികുതി 50% കുറയ്ക്കുക, കടങ്ങൾ മരവിപ്പിക്കുക, ഫ്യൂഡൽ നികുതി റദ്ദാക്കുക, മിനിമം വേതനം ഉറപ്പാക്കുക, കർഷക യൂണിയൻ, നേരത്തെ പറഞ്ഞ യൂണിയൻ ഉണ്ടല്ലോ അതിനൊക്കെ അംഗീകരിക്കുക. ഇതൊക്കെ ആരുടെ ആവശ്യങ്ങളാ? അഖിലേന്ത്യാ കിസാൻ സഭയുടെ ആവശ്യങ്ങളാണ് ഇതൊക്കെ. കിസാൻ എന്താ അർത്ഥം? കർഷകർ എന്നാണ്. അത് ഹിന്ദി പേരായതുകൊണ്ടാണ് അഖിലേന്ത്യാ കിസാൻ സഭ എന്ന് വന്നത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ നമ്മൾ ആ പോയിന്റ്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അഖിലേന്ത്യാ കിസാൻ സഭ എന്നും ചോദിക്കാം, അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് എന്നും ചോദിക്കാം. എന്നെന്താ? നികുതി, ഭൂനികുതി 50% കുറയ്ക്കുക, 2 കടങ്ങൾ മരവിപ്പിക്കുക, 3 ഫ്യൂഡൽ നികുതി, ഫ്യൂഡൽ എന്ന് വെച്ചാൽ ജമീന്ദാർ ജന്മിമാരുടെ നികുതി റദ്ദാക്കുക, അത് ഒഴിവാക്കുക, പിന്നെ മിനിമം വേതനം ഉറപ്പാക്കുക, പിന്നെ കർഷക യൂണിയനുകൾ അംഗീകരിക്കുക. ഇതൊക്കെയായിരുന്നു ഒരു ആവശ്യം. ഓൾ ഇന്ത്യ കിസാൻ സമിതി. ഓൾ ഇന്ത്യ കിസാൻ സമിതി അവരുടെ ഡിമാൻഡ്സ് എന്തൊക്കെയായിരുന്നു? ഓൾ ഇന്ത്യ കിസാൻ സമിതിയുടെ ഡിമാൻഡ്സ് ഓഫ് ഓൾ ഇന്ത്യ കിസാൻ സമിതി. ഓൾ ഇന്ത്യ കിസാൻ സമിതി അവരുടെ ഡിമാൻഡ്സ്: 1 റെഡ്യൂസ് 50% ഓഫ് ലാൻഡ് ടാക്സ്, റൈറ്റ് ഓഫ് ഡെപ്സ്, കടം എഴുതിത്തള്ള, ക്യാൻസൽ ഫ്യൂഡൽ ടാക്സ് ക്യാൻസൽ ചെയ്യുക, എൻഷുർ മിനിമം വേജ് എൻഷുർ ചെയ്യുക, റെക്കഗ്നൈസ് പെസന്റ് യൂണിയനൊക്കെ അംഗീകരിക്കുക. ഇതായിരുന്നു അവരുടെ ഡിമാൻഡുകൾ. അപ്പൊ ഇതിന്റെ പേരെന്താ? അഖിലേന്ത്യാ കിസാൻ സമിതി, അഖിലേന്ത്യാ കിസാൻ സഭ. അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? റെഡ്യൂസ് ടാക്സ്, റെഡ്യൂസ് 50% ഓഫ് ടാക്സ്, പിന്നെ റൈറ്റ് ഓഫ് റൈറ്റ് ഓഫ് എഴുതിത്തള്ള, കടങ്ങളൊക്കെ എഴുതിത്തള്ള, പിന്നെ ക്യാൻസൽ ഫ്യൂഡൽ ടാക്സ്,
അതായത് ഗവൺമെന്റ് പിരിക്കുന്ന ടാക്സ് കൂടാതെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റില് ജമീന്ദാർമാര് നികുതി പിരിച്ചു. അതാണ് ഫ്യൂഡൽ ടാക്സ്. ഫ്യൂഡൽ നികുതി ഒഴിവാക്കുക. പിന്നെ മിനിമം വേജ് ഉറപ്പാക്കുക, മിനിമം വേജ് എൻഷുർ ചെയ്യുക, മിനിമം വേതനം. പിന്നെ ഈ പെസൻ യൂണിയനൊക്കെ റെക്കഗ്നൈസ് ചെയ്യുക, അംഗീകരിക്കുക, അംഗീകാരം കൊടുക്കുക. എല്ലാവർക്കും ബോറടിച്ചാ? ഇല്ല മാഷേ, ഇല്ല. ഓക്കെ. ഫുള്ളായ അടുത്തത് മൗണ്ട് ബാറ്റൻ പദ്ധതി. മൗണ്ട് ബാറ്റൻ പദ്ധതി അതായത് ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയിട്ട് മൗണ്ട് ബാറ്റൻ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനെ ഇന്ത്യയിലേക്ക് വൈസ്രോയി ആയിട്ട് അയച്ചു. ആരെയാ? മൗണ്ട് ബാറ്റൻ. അപ്പൊ ആള് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി ഉണ്ടാക്കി. അതിന്റെ പേരാണ് എന്ത്? മൗണ്ട് ബാറ്റൻ പദ്ധതി. കേട്ടാ, മൗണ്ട് ബാറ്റൻ പദ്ധതി. ഇതോട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പാഠം കഴിയാൻ സാധ്യതയുണ്ട്. എന്താ ഇതുകൂടിയുള്ള? ഓക്കെ. അപ്പൊ ഇന്ത്യക്ക് അപ്പൊ ഇതും പോയിട്ട് കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോ മൗണ്ട് ബാറ്റൻ പദ്ധതി, മൗണ്ട് ബാറ്റൻ പദ്ധതി, മൗണ്ട് ബാറ്റൻ പദ്ധതി എന്ന് പറഞ്ഞാലേ ഒന്ന് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാജ്യം അനുവദിക്കുക, ഒന്ന് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാജ്യം. പിന്നെ പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുക. അതെവിടെയാ? ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വെസ്റ്റ് സൈഡിലാണ് പഞ്ചാബ്, പാകിസ്ഥാന്റെ സൈഡിൽ. പാകിസ്ഥാനിലുണ്ട് പഞ്ചാബ്, ഇന്ത്യയിലുണ്ട് പഞ്ചാബ്. എന്താ കാരണം? എന്താണ് കാരണം? പഞ്ചാബിന്റെ പകുതി പാകിസ്ഥാന് കൊടുത്തു, ബാക്കി പകുതി ഇന്ത്യയിലാണ്. എന്താ ഇപ്പൊ പഞ്ചാബ്. പിന്നെ ബംഗ്ലാദേശ്, ക്രിക്കറ്റ് കളിക്കാൻ വേറൊരു ബംഗ്ലാദേശ് വരുന്നുണ്ട്. നമ്മളെ ഇവിടെയൊക്കെ പാടത്തേക്ക് വേറെ ബംഗാളികൾ വരുന്നുണ്ട്, ചിക്കൻ കടയിലൊക്കെ ഒരു ബംഗാളികൾ. ഇത് രണ്ടും ബംഗാളികളാണ്. എന്താ കാരണം? ഡിവൈഡ് ചെയ്തു, ബംഗാളിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബംഗ്ലാദേശ് പകുതി പാകിസ്ഥാനിലേക്ക് പോയി, പിന്നെ ഒരു സ്വാതന്ത്ര്യം വാങ്ങിച്ചു, പകുതി ബംഗാൾ ഇന്ത്യയിലും ഉണ്ട്. അപ്പൊ പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുക. പിന്നെ വടക്ക് പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലെ ഹിതപരിശോധന ചെയ്ത് ഇലക്ഷൻ നടത്തുക. എന്തിന്? അവർക്ക് തീരുമാനിക്കാം. ഇലക്ഷൻ നടത്തിയിട്ട് അവിടുത്തെ ജനങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്, ഇന്ത്യക്കാണോ പാകിസ്ഥാനിലാണോ പോകേണ്ടത് എന്നുള്ളത് അവർ തീരുമാനിക്കാം. അങ്ങനത്തെ ഒരു രാജ്യം ഏതാണെന്ന് അറിയാം? ഒന്നും പ്രശ്നമായിട്ടുള്ള രാജ്യം ഏതാ? ഇന്ത്യയിലെ സ്റ്റേറ്റ് ഏതാ? കാശ്മീരാണ് ഒന്നും പ്രശ്നമായിട്ടുള്ളത്. അന്ന് ഇലക്ഷൻ നടത്തിയപ്പോ ആർക്കാ വോട്ട് ചെയ്ത്? അവിടുത്തെ ജനങ്ങളൊക്കെ ഇന്ത്യയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്തു. പക്ഷെ അവർക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, സ്വയംഭരണം നൽകണം. സ്വയംഭരണം, അവർക്ക് സെൽഫ് അഡ്മിനിസ്ട്രേഷനുള്ള, സ്വയം ഭരണത്തിനുള്ള അവകാശം അവർക്ക് നൽകണം. കാരണം ഇപ്പൊ അടുത്തൊരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടാണ് അത് എടുത്തു കളഞ്ഞത്. ആകെ പ്രശ്നമൊക്കെ ആയിട്ട് കാശ്മീരിലൊക്കെ ആകെ കുറെ പ്രശ്നങ്ങൾ നടന്നിരുന്നു. പേപ്പർ വായിക്കുന്നവർക്ക് പേപ്പറിലൊക്കെ കാണാൻ പറ്റുമായിരുന്നു. കേട്ടാ, അങ്ങനെ അത് ഇപ്പൊ അടുത്ത കാലത്താണ് ഈ ഗവൺമെന്റ് വന്നപ്പോ, അധികമായിട്ടില്ല, കഴിഞ്ഞ വർഷമാണ് ഇത് എടുത്തു കളഞ്ഞത്. കാശ്മീരിന്റെ ആ ഒരു അവകാശം എടുത്തു കളഞ്ഞു, ആ ഒരു റൈറ്റ്. പിന്നെ നാലാമത്തെ കാര്യം, അതിർത്തി നിർണയ കമ്മീഷനെ രൂപീകരിച്ചു, അതിർത്തി നിർണയ കമ്മീഷനെ നിയമിച്ചു. ഇങ്ങനെ 4 മൗണ്ട് ബാറ്റൻ പദ്ധതിയിലുള്ളത്. ഇംഗ്ലീഷ് കാണിച്ചു തരാം. ഇതാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ കഴിയട്ടെ. 1:30 ആയില്ലേ? അപ്പൊ നമുക്കൊരു കണക്കാക്കാം, 40.
Mountbatten Plan. Mountbatten Plan. അപ്പൊ ഇന്ത്യക്ക് ഫ്രീഡം നൽകാൻ വേണ്ടി മൗണ്ട് ബാറ്റൻ വൈസ്രോയ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാനാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ. ഓക്കെ, മൗണ്ട് ബാറ്റൻ പ്ലാനിന്റെ പ്രൊപ്പോസൽസ് ഇതൊക്കെയായിരുന്നു, അതിന്റെ നിർദ്ദേശങ്ങൾ ഇതൊക്കെയായിരുന്നു. ഒന്ന്, ടു ഫോം സെപ്പറേറ്റ് കൺട്രി ഫോർ മുസ്ലിംസ്, അല്ലേ? ടു ഫോം സെപ്പറേറ്റ് കൺട്രി ഫോർ മുസ്ലിംസ്. ഇവിടെ ഇന്നല്ല, അത് വലിയ സെന്റൻസ് ആകുമ്പോഴാണ് ഇവിടെ 4 ആക്കിയാൽ മതിയിട്ടാണ്. പിന്നെ ടു ഡിവൈഡ് പഞ്ചാബ് ആൻഡ് ബംഗാൾ, പഞ്ചാബിനെയും ബംഗാളിനെയും ഡിവൈഡ് ചെയ്യാം. പിന്നെ ടു കണ്ടക്ട് എ റഫറൻഡം, to conduct a referendum for northwest provinces. To conduct a referendum for northwest provinces. റഫറൻഡം നടത്തുക, ജനങ്ങളുടെ ഒപ്പുശേഖരണം, ജനങ്ങളോട് ചോദിക്കുക, റഫറൻഡം നടത്താം. നോർത്ത് വെസ്റ്റ് പ്രൊവിൻസിനൊക്കെ റഫറൻഡം നടത്താം. പിന്നെ ടു അപ്പോയിന്റ് എ കമ്മീഷൻ ടു ഡിറ്റർമിൻ ബോർഡേഴ്സ്, ബോർഡേഴ്സ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മീഷൻ നിയമിക്കാം, അതിർത്തി. ഇതാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ. അതിന്റെ പ്രൊപ്പോസൽസ് ഇതൊക്കെയാണ്. ഇത് കുറച്ച് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് പറഞ്ഞവർക്ക് പോവാട്ടാ.